ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ഫിഷസിനൊക്കെ ഫീഡ് ചെയ്യണം. പിന്നെ നമ്മൾ കാണിച്ചെന്ന നമ്മൾ വളർത്തുന്ന ബ്രാലില്ലേ, അതിപ്പോഴും അവിടെ തന്നെ ഉണ്ടാകും കൂടി നമുക്ക് നോക്കണം. അപ്പോൾ നമ്മൾ ചെമ്മീനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് നേരെ കിണറിൻ്റെ അടുത്തേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മൾ മീനൊക്കെ വളർത്തണ നാച്ചുറൽ മീനൊക്കെ വളർത്തണ നാച്ചുറൽ പോണ്ട്. ഒരു കിണറാണ് കേട്ടോ, നമ്മുടെ പറമ്പിൽ തന്നെ ഉള്ളൊരു കുഞ്ഞ് കിണർ, പക്ഷെ നല്ല ആഴമുണ്ട് കേട്ടോ. കണ്ട് ഗൈസ്, ഇത് നിൽക്കണണ്ട. മഴ കാരണം മറ്റേ ക്യാമറമാക്കൊക്കെ ചെറുതായിട്ട് വെള്ളം വീഴുന്ന കാരണം അത്ര ക്ലിയർ വിഷ്വലല്ല. ഒന്നും കൂടി ഞാൻ ക്ലിയർ ആയിട്ട് എടുക്കാൻ നോക്കാട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാമേ. ഇപ്പം കണ്ടില്ലേ, ഇപ്പം സെറ്റായില്ലേ? കണ്ട കുഞ്ഞുങ്ങളായിട്ട് ഇപ്പോഴും അവിടെ നിൽക്കുകയാണ് കേട്ടോ. കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ ഇലേൻ്റെ മുകളിൽ കയറിയിരിക്കുകയാണ്. ഓക്കെ, പിന്നെ നമുക്ക് നേരെ നമ്മുടെ മീനുകളെ ഫീഡ് ചെയ്യാൻ പോവാം. ഓവറായിട്ട് വൈകി കഴിഞ്ഞാൽ അമ്മ ഭയങ്കര അഗ്രസീവ് ആവുമേ. നമുക്ക് വേഗം പോയി നമ്മുടെ അലിഗേറ്ററിൽ നിന്ന് തന്നെ ഫീഡിങ് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ അലിഗേറ്റർ ചെക്കൻ ഫീഡിങ്ങിന് റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ നമുക്കൊരു ചെമ്മീൻ എടുക്കാം. അയ്യോ, ഇപ്പോൾ പോയാൽ ഇത് ഒരു കാര്യം ചെയ്യാം, നമുക്ക് താഴെ വെക്കാം. എന്നിട്ടൊരു വലിയ ചെമ്മീൻ എടുക്കാം. എന്നിട്ട് നൈസായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അടിച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ഭയങ്കര പേടിയാണ് ഗൈസ്. ചില സമയത്ത് ചെമ്മീൻ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ പേടിച്ച് പോവേ. കണ്ട, ഇതുപോലെ പേടിച്ച് പോവും. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ അവൻ അടിക്കുകയും ചെയ്യും കേട്ടോ. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. പെട്ടെന്ന് സൗണ്ട് കേൾക്കുമ്പോൾ നല്ലോണം പേടിക്കും കേട്ടോ. ഇപ്പോൾ കണ്ടപ്പോൾ അവൻ ആ ചെമ്മീനെടുത്ത് അടിച്ചു. ഇനി നമുക്ക് അടുത്തത് ഇതും കൊണ്ട് നേരെ നമ്മുടെ ഓസ്കാർ ഫിഷസിൻ്റെ അടുത്തേക്ക് പോവാം കേട്ടോ. ഓസ്കാർ ഫിഷസിൻ്റെ അടുത്തേക്ക് പോവാം ഗൈസ്. അപ്പോൾ അതെ, നമുക്ക് ചെമ്മീൻ കൊണ്ട് നേരെ അടുത്തേക്ക് പോവാം. അമ്മമാർ അവിടെ സെറ്റായി നിൽക്കുകയാണ്. ഈ ബക്കറ്റിൽ വെക്കാം കേട്ടോ. ഇതിനകത്തൊന്നും പോവാണ് ഗൈസ്. അപ്പോൾ നമുക്ക് മാറ്റി വെക്കാം. ഓക്കെ, അപ്പോൾ കുറച്ച് ചെമ്മീൻ അങ്ങോട്ട് വാരി എടുത്തിട്ട് ഒറ്റ ഇടലങ്ങോട്ട് ഇടാം. ഒക്കെ കൂടി ചെറപറ വന്ന് തിന്നോളൂ കേട്ടോ. ആകെ 2 ഉള്ളൂ കേട്ടോ. അത് പെയറായിട്ട് നമ്മൾ എടുത്തതുമാണ്. ബ്ലാക്ക് ടൈഗർ ആണ് കേട്ടോ ബ്രീഡ്. നമ്മൾ നല്ല ആക്റ്റീവും നല്ല അഗ്രസീവൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. കൈയുമ്പോൾ കടിക്കും. പിന്നെ ഇന്നലെ കൊണ്ടുവന്ന ജൈൻറ്റ് ഗൗറ ഫിഷ്, ആ ചേട്ടൻ പറഞ്ഞ ചെമ്മീനൊക്കെ നല്ലോണം തിന്നൂന്നാണ്ട. പേടിച്ചത് കാരണമൊന്നും തിന്നിട്ടില്ല. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പുലുവായിക്ക് കൊടുക്കാം. അവന്മാർ നല്ല സ്ട്രെസ് ഇടുകണ്ട. കാരണം ഇന്നലെ വാട്ടർ ചേഞ്ച് ചെയ്ത് പിന്നെ ഈ പോട്ടൊക്കെ വെച്ചപ്പോൾ നല്ലോണം ഈ വാട്ടറൊക്കെ ഷേക്കായിട്ട് നല്ല രീതിക്ക് പേടിച്ചിട്ടുണ്ട്. അത് കാരണമാണ് മര്യാദയ്ക്ക് വന്ന് ഫീഡ് എടുക്കാൻ ചേട്ടാ. ഇവന്മാർ നല്ല രീതിക്ക് അഗ്രസീവായിട്ട് നല്ലപോലെ ഫീഡ് എടുത്ത് തുടങ്ങുമ്പോൾ ഒരു ഷോർട്ട്സ് ഞാൻ ഇടാട്ടാ. തൽക്കാലത്തേക്ക് നമുക്ക് ഈ പോട്ട് എടുത്ത് മാറ്റാം ഗൈസ്. ഈ പോട്ട് അത്ര സുഖമില്ല അവിടെ ഇരുന്നിട്ട്. അപ്പോൾ നമുക്ക് നൈസായിട്ട് ഇതങ്ങോട്ട് തൂക്കി അങ്ങോട്ട് എടുക്കാം. ഓക്കെ, ഇത് ഇരുന്ന കാരണമൊന്നും ഈറ്റിങ്ങളുടെ ഉള്ളിലും കയറി ഇരുന്നിട്ട് മരുമരിക്ക് പുറത്തും കൂടി വന്നില്ല കേട്ടാ. എന്നിട്ട് മാറ്റാം. പിന്നെ ഒരു കാര്യം ചെയ്യാം, ഇവന്മാരെ കുറച്ചും കൂടി അഗ്രസീവ് ആക്കണം. എന്നിട്ട് നല്ല രീതിക്ക് ഫീഡൊക്കെ എടുത്ത് തുടങ്ങുമ്പോൾ ഒരു ഷോർട്ട്സ് ഇടാം. അപ്പോൾ ഇപ്പോൾ ഇവന്മാർ ആ കിളങ്ങി കിടക്കണ പാർട്ടിയിലാണ് എല്ലാവരും നിൽക്കണേ. ഇവിടെ 3 അങ്ങേറ്റത്തോ നിൽക്കുന്നുണ്ട് കേട്ടോ. ക്യാമറയിൽ കാണാനില്ലെന്നാണ് തോന്നണേ, പക്ഷെ ഇവിടെ ഉണ്ട് കേട്ടോ. അവന്മാർ പേടിച്ചിട്ടാണ് അങ്ങനെ ഇരിക്കണേ. നമുക്ക് ഗപ്പിക്കാണ് ഫീഡ് കൊടുക്കേണ്ടത്. നമ്മൾ ഗപ്പിക്ക് കൊടുക്കുന്നത് ഈ കാണുന്ന രീതിയിലുള്ള ഗപ്പി ബൈറ്റാണ് കേട്ടോ. ഇനി വില വന്നിട്ട് 125 എന്നൊക്കെയാണ് എഴുതിയേക്കണേ കേട്ടോ. എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞൂടാ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് മിക്സഡ് എപ്പിക്ക് കൊടുക്കാം കേട്ടോ. ഫ്ലാഷ് ഇട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഗപ്പി ബൈറ്റ് അവന്മാർക്ക് ഇട്ട് കൊടുക്കാം. ബാക്കി അവന്മാരൊക്കെ തിന്നോളും. ഇനി നമുക്ക് നമ്മുടെ കോയിടെക്സിഡോന് കൊടുക്കാം കേട്ടോ. കോയിടെക്സിഡോ ഇതിൻ്റെ ഡീലാണ്. അവന്മാർക്കും കുറച്ച് കൊടുക്കാം. പിന്നെ ഇപ്പുറത്തേൽ നമ്മുടെ ഫുൾ ബ്ലാക്കിൻ്റെ കുറച്ച് കുഞ്ഞുങ്ങൾ കിടക്കുന്നുണ്ട്. ഇതിനകത്ത് കുറച്ച് ഗോൾഡ് ഫിഷും ഒരു ഫൈറ്ററും കിടക്കുന്നുണ്ട്. നമ്മുടെ മെയിൻ താരത്തിൻ്റെ അടുത്തേക്ക് പോവാം, അതായത് നമ്മുടെ പ്ലാറ്റിനം പർപ്പിൾ. ഓക്കെ, അവന്മാർക്ക് ഫീഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഗപ്പികൾക്ക് ഈ ഗപ്പി ബൈറ്റ് തന്നെ കൊടുക്കണമെന്നില്ല. നമുക്ക് ഈ കാണുന്ന പാക്കറ്റിന് 20 രൂപ തന്നെ ഈ ഫീഡും കൊടുക്കട്ടെ. ഒരു പച്ചയും ചുവപ്പും കളറുണ്ട്, അത് കൊടുക്കരുത് കേട്ടോ. കെമിക്കലൊക്കെ ചേർത്താണ് അതിന് ആ ഒരു കളർ വന്നത്. ഇത് ഒറിജിനലാണ്, കെമിക്കലൊന്നും ചേർക്കാത്ത രീതിയിലുള്ള കളറാണ്. ഈ ആഫ്രിക്കൻ ഫിഷിക്കൊക്കെ കൊടുക്കണം പെല്ലത്തിൻ്റെ സെയിം കളറാണ്. അപ്പോൾ ഇതാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ.